ഞാനൊരു പശുവിനെ വാങ്ങിക്കാൻ വന്ന ഇവിടെ. അമ്മ എന്നോട് പൊറുക്കണം. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്നറിയാം. എന്റെ വിവാഹം ഈ വിധത്തിൽ നടത്താനേ തൽക്കാലം നിവൃത്തിയുള്ളൂ. ഇല്ല, ഇത് ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അവന്മാരെ CM തന്നെ അയച്ചതാണെന്നുള്ളത് എനിക്ക് ഉറപ്പാ. ഇതാ സമ്മതിക്കുന്നില്ലെന്നോ? എങ്ങനെ സമ്മതിക്കാൻ? പോലീസുകാരല്ലേ? എടോ, അതിന് വഴിയുണ്ട്. ഇടിക്കണം, മനസ്സിലായോ? ഇടിച്ചിടിച്ച് ചമ്മന്തിയാക്കണം. എന്താ സത്യമോ? സത്യമൊന്നും എനിക്ക് കേൾക്കണ്ട. നല്ലോണം ഇടിക്കുക. എന്നിട്ട് ഇവിടെ പാളി നോക്കാൻ വേണ്ടി CM തന്നെ അവരെ അയച്ചതാണെന്ന് അവന്മാരെ കൊണ്ട് തന്നെ പറയിക്കണം. എന്താ മനസ്സിലായോ? ദാറ്റ്സ് ഓൾ. ആരെ അച്ഛാ ഇടിക്കാൻ ഓർഡർ ഇടുന്നത്? എല്ലാത്തിനും ഞാൻ ഇടിപ്പിക്കും. ഓഹോ, അപ്പൊ ആളുകളെ ഇടിപ്പിക്കുന്നതാണോ ഈ ഭരണം എന്ന് പറയുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടത്? ഇതെന്താ ഒരു പുതിയ ഏർപ്പാട്? അച്ഛന്റെ അനുഗ്രഹം വേണം. ഇന്നൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്ന ദിവസാ. പരീക്ഷയാണോ? അതെ, പ്രധാന പരീക്ഷ. പരീക്ഷയ്ക്ക് മാത്രമല്ല, എന്നും അച്ഛന്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നതും അച്ഛനെ അനുസരിക്കുന്നതും മോക്ക് ഗുണമേ ചെയ്യൂ. എന്റെ കസേര തെറിക്കുന്നതിന് മുമ്പ്. കല്യാണക്കാരിയല്ലേ, അത് കസേര തെറിക്കുന്നതിന് മുമ്പ് തീർച്ചയായും നടക്കുവച്ചാ. വെരി ഗുഡ്. എന്നാ മോള് പോ, അച്ഛൻ അല്പ തിരക്കില്ല. ഹലോ, മുഖ്യമന്ത്രി അയച്ച ചാരന്മാരാ. ഓഹോ, ആരയച്ചതാണെങ്കിലും ആ പാവങ്ങളെ പോലീസ് ഇപ്പൊ ഒരു പരുവാക്കിയിട്ടുണ്ട്. പോലീസുകാർ തന്നെ പോലീസുകാരെ തല്ലേണ്ടി വരുന്നത്. പോലീസുകാരാണോ കോമ്പൗണ്ടിൽ കയറിയത്? ആ സർക്കിൾ ഇൻസ്പെക്ടർ ജെയിംസും SI നന്ദകുമാറും. ആര്? ജെയിംസും നന്ദകുമാറും. അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ. നിങ്ങളുടെ ബെയിലിന്റെ കാര്യം ഇൻസ്പെക്ടറോട് സംസാരിച്ചു. മിസ്റ്റർ നന്ദകുമാറിന്റെ ഒരു സുഹൃത്ത് അയച്ചാണ് എന്നെ. ഏത് സുഹൃത്ത്? പറയാം. ആ പേപ്പർ സെൻഡ് ചെയ്തോളൂ. താങ്ക് യു ഇൻസ്പെക്ടർ. സാറ് ക്ഷമിക്കണം. മേലേന്ന് പറഞ്ഞാൽ സാറിനറിയാലോ, ഒരു പോലീസുകാരൻ വേറൊരു പോലീസുകാരനെ അല്പം കൂടി മയത്തിൽ വേണം ഇടിക്കാൻ. തീരെ കണ്ണുചോരയില്ലാതെയാണ് താൻ ഞങ്ങളായിട്ട് പെരുമാറിയത്. സോറി സാർ. ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് തന്നെയും എന്റെ സ്റ്റേഷൻ നിർത്തി കിട്ടോടോ. എന്റെ ഏത് സുഹൃത്താണ് സാറിനെ ഇങ്ങോട്ട് അയച്ചത്? ഹോം മിനിസ്റ്ററുടെ മകളാ. ആ കാരണത്തിരിപ്പുണ്ട്. ഓഹോ, ഓക്കെ, കാണാം. ഓക്കെ, താങ്ക് യു. നന്ദു, ഇത് തീക്കളിയാണ്. സ്വന്തം നില മറന്നുള്ള പ്രേമം വേണ്ട. സാർ എന്തിനാ ഇതിനിടെ കയറി വീണെന്നാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അവള് നോക്കുന്നു. ചെല്ല് ചെല്ല്. വീണ്ടും ഒരു അത്യാഹിതത്തിന് തയ്യാറായിക്കോ. ഞാൻ പോവുക.
ചേട്ടാ ഇതൊക്കെ? രജിസ്ട്രേഷന്റെ ടൈം മാറ്റിയ കാര്യം പറയാൻ ഫോൺ ചെയ്തപ്പോ ശ്രുതിയുടെ അച്ഛൻ പിടിച്ചു. വിവരം അറിയിക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ലാതെ വന്നപ്പോ വീട്ടിലേക്ക് വന്നതാ. സാരമില്ല, ഒരു പ്രേമബന്ധമാവുമ്പോ കുറെ ത്യാഗമൊക്കെ വേണ്ടി വരും. എന്നാലും ഇത് ഇത്തിരി കൂടുതലായിപ്പോയി. ആ, ഏതായാലും ഇതിനി അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ശ്രുതി. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവന്മാർ രണ്ടുപേരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവരെ അയച്ച ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കാണിച്ച നെറുകേടിന് ആവശ്യമില്ലാതെ നമ്മളായിട്ട് വഴക്കിന് പോയാ ചിലപ്പോ ഈ മന്ത്രിസഭ തന്നെ ആവശ്യമില്ലാതെ അല്ലല്ലോ. അയാൾ എന്നെ നിരീക്ഷിക്കാൻ ചാനമാരെ വിട്ടാൽ നമ്മൾ എടുത്തിയാര് വല്ലതും കാണിച്ചാ പാർട്ടിക്ക് ദോഷേ വരുള്ളൂ. സാർ, CM ലൈനിൽ നിൽക്കുന്നു. എനിക്ക് അയാളോട് സംസാരിക്കണ്ട. തന്നെ മാത്രമായിട്ട് സസ്പെൻഡ് ചെയ്തതെന്ന് ഞാനെങ്ങനെ പറയും? അപ്പോ ഈ സംഭവത്തിലുള്ള എന്റെ ഇൻവോൾവ്മെന്റ് വിളിച്ചെത്താവില്ലേ? എന്ന് വെച്ചാൽ സാറിന്റെ മുഖം രക്ഷിക്കാൻ ഞാൻ കുരിശ് നോക്കണം അല്ലേ? ഇത് കൊലച്ചതിയായി പോയി സാർ. മിസ്റ്റർ ജെയിംസ്, മൈൻഡ് യുവർ മാനേഴ്സ്. നടപ്പുള്ള ഒരു കാര്യം ഞാൻ പറയാം. മന്ത്രിയുടെ ഗൺമാൻ കുരുവിള വിചാരിച്ചാൽ എളുപ്പത്തിൽ കാര്യം നടക്കും. എന്നാൽ ആ കുരുവിളിയെ സാറ് വിളിച്ചൊന്ന് പറ. ഞാനോ? എന്റെ സ്റ്റാറ്റസ് വെച്ച് എനിക്കതൊന്നും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ സാറൊരു സഹായം ചെയ്യില്ല എന്നർത്ഥം. ജെയിംസ്, തൽക്കാലം പോ. ദൈവം ഇതൊന്നും പൊറുക്കില്ല സാർ. തന്നോട് പുറത്തു പോകാനാ പറഞ്ഞത്. സാറ് പറഞ്ഞത് ശരിയാ. ഞാൻ മന്ത്രിയുടെ ഗൺമാനാണെങ്കിലും ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ ഹോം മിനിസ്റ്റർ കേൾക്കും. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ കഴിഞ്ഞത് അങ്ങനെയാണേ. പക്ഷെ നിങ്ങളുടെ കേസിന് കനപ്പെട്ട വേറെ ആരെങ്കിലും തന്നെ പിടിക്കണം. അങ്ങനെ ആരുണ്ട്? ഇവരുടെ പാർട്ടി ഉണ്ടല്ലോ, ഹൈറേഞ്ച് റെവല്യൂഷണറി, HRP. അതിൽപ്പെട്ടൊരു ജില്ലാ കൗൺസിൽ മെമ്പറുണ്ട്. അദ്ദേഹമാണ് മന്ത്രിയുടെ പല കാര്യത്തിലും നടുവിൽ നിൽക്കുന്നത്. അയാളെ പിടിച്ച കാര്യം നടക്കും. ആളെവിടെ കാണും? ഞാൻ സോപ്പിടുകയാണെന്ന് ധരിക്കരുത്. സുഹൃത്തുക്കളെ, അസർബൈജാനിലും ജോർജിയയിലും ലഹള. ബാൾട്ടിക് രാജ്യങ്ങൾ നേരത്തെ പോയി. അതോടെ റഷ്യ തീർന്നു. യൂറോപ്പിലാണെങ്കിൽ പരക്കെ സാമ്പത്തികമാണ്. ഈ പ്രതിസന്ധി ആര് തരണം ചെയ്യും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കണ്ട രാജ്യങ്ങളിൽ പോകാതെ ഇവിടത്തെ കാര്യം പറഞ്ഞല്ലപ്പാ. ഇവിടെ എന്തോന്ന് കാര്യം, തമ്മിൽ തല്ലി ചാകാവുന്നല്ലാതെ. ഈ അവസരം നോക്കി മെഡിറ്ററേനിയനിൽ ശക്തി വർദ്ധിപ്പിക്കാനാണ് ലണ്ടന്റെ മോഹം. ഇസ്രയേൽ ഉള്ളിടത്തോളം കാലം അത് നടക്കൂല. എന്ത് ഗുരുളെ? ഇവര് സാറിനെ ഒന്ന് കാണാൻ വന്നതാ. കട്ടിങ്ങോ ഷേവിങ്ങോ? അയ്യോ, അതല്ല. ജനസേവനമാണെങ്കിൽ പുറത്ത്, ഷോപ്പിൽ പറ്റില്ല. ഗുരുളേക്ക് അറിയാമല്ലോ. ഓ, എന്നാ ഞാൻ പുറത്ത്. ഈ കസാഖിസ്ഥാനെ പോലെയല്ല ഉക്രൈൻ, അതായത് ഇവിടെ വെച്ച് വേണ്ട, വല്ല ഹോട്ടൽ മുറിയിൽ സംസാരിക്കാൻ അതിനർത്ഥം. ഒന്ന് എന്റെ വീട്ടിന്റെ അടുത്തും ബാക്കി തന്റെ വീട്ടിൽ ഉണ്ടായിരോ പറഞ്ഞു കേട്ടാ മതി. നേരം വെളുക്കുന്നവരെ ഇങ്ങനെ തീറ്റയും കുടിയായിട്ടിരുന്നാ മതിയോടോ? വേറൊന്നും ഇല്ലേ? ആളെ വിട്ടിട്ടുണ്ട്, ഇപ്പൊ വരും. എപ്പോ? ഇപ്പോ എവിടെടോ തന്റെ ആ കൂട്ടുകാരൻ SI? പുറത്തുണ്ട്. ആ, എപ്പോ കൊണ്ടുവരും? അയ്യോ, ഇപ്പൊ കൊണ്ടുവരും. പോയി കൊണ്ടുവാടാ ചൂലേ. ഇവനിത് എവിടെ പോയി? എന്താ സംഭവം? എന്തായി? ഒന്നും ആയില്ല. തനിക്കൊരു മുടിഞ്ഞ പകവല് കളയണോ അത്? നീ ഇതെവിടെ ആയിരുന്നടാ? ചേച്ചി ബോംബെ ചെല്ലേ. ഇനിയെല്ലാം സോൾവ് ആകും. എന്താ ഇത്? എനിക്കൊന്നും അറിയില്ല സാർ. കഴിഞ്ഞ ആഴ്ച ഇവളെ ഞാൻ വേശ്യാവൃത്തിക്ക് റെയ്ഡ് ചെയ്താ. ഷീസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ കള്ളു വാങ്ങിക്കൊടുത്തും പെണ്ണു കൂട്ടിക്കൊടുത്തും കിട്ടുന്ന പണി നമുക്ക് വേണ്ട സാർ. എടോ, ഞാൻ അറിഞ്ഞു ഇതൊക്കെയാണ് ഏർപ്പാടെന്ന്. മരിച്ചാലും ഇങ്ങനെ ഒരു നാറിയ പണിക്ക് കൂട്ടിവെക്കാൻ എന്നെ കിട്ടില്ല.